ഫെന്റാസ്റ്റിക് ഫോർ ഫസ്റ്റ് സ്റ്റെപ്സ് മാർവൽ സിനിമാറ്റിക് യൂണിവേഴ്സിലെ 6th ഫേസിന്റെ ഫസ്റ്റ് പടമാണ്. ഡയറക്റ്റഡ് ബൈ മാറ്റ് ഷാക്മാൻ. പടം എങ്ങനെയാണെന്ന് ചോദിച്ചാൽ ഒരു നിർവികാരത പടം. കാരണം യാതൊരു ഹൈ മൊമെന്റ്സും ഇല്ലാതെ ഒരു വൺ ടൈം ആയിട്ട് തിയേറ്ററിലായാലും OTT-യിലായാലും കണ്ടിരിക്കാവുന്ന ഒരു ജനറിക് ആയിട്ടുള്ള ഒരു സൂപ്പർ ഹീറോ ഫിലിം ആയിട്ടാണ് എനിക്ക് തോന്നിയത്. നമ്മൾ കണ്ട് ശീലിച്ചിട്ടുള്ള ഒരുപാട് സൂപ്പർ ഹീറോ സിനിമകളിലെ ഒരുപാട് ടെംപ്ലേറ്റഡ് ആയിട്ടുള്ള മൊമെന്റ്സ് എല്ലാം കൂടെ കൂട്ടിച്ചേർത്ത് വലിയ ബോർ അല്ലാത്തൊരു മേക്കിങ്ങും അത്യാവശ്യം നല്ല 3D ഒക്കെ ഉള്ള ഒരു വൺ ടൈം വാച്ച് സിനിമയായിട്ടാണ് എനിക്ക് ഈ ഫെന്റാസ്റ്റിക് ഫോർ ഫസ്റ്റ് സ്റ്റെപ്സ് തോന്നിയിട്ടുള്ളത്. ബട്ട് ദ മെയിൻ പ്രോബ്ലം ഈസ് സൂപ്പർ ഹീറോ മൊമെന്റ്സ് ഒക്കെ വളരെ കുറവായിരുന്നു. ഈ ഒരു ക്യാരക്ടേഴ്സിന്റെ ആയാലും പവേഴ്സ് ഒക്കെ യൂട്ടിലൈസ് ചെയ്തുകൊണ്ടുള്ള സീൻസ് ഒക്കെ വളരെ കുറവായിരുന്നു. അതുകൊണ്ട് തന്നെയാണെന്ന് തോന്നുന്നു അങ്ങനെ ഹൈ ആയിട്ടുള്ള മൊമെന്റ്സ് ഒന്നും പടത്തിലില്ലായിരുന്നു. എസ്പെഷ്യലി ഗലാക്ടസിനെ ഒക്കെ വളരെ ലൂസ് ആയിട്ടാണ് ഈ ഒരു സിനിമയിൽ പ്രസന്റ് ചെയ്തിരിക്കുന്നത്. CGI ആയാലും മേക്കിംഗ് ഒക്കെ ആയാലും ഗംഭീരമാണ്. ബട്ട് അത്രയും OP ആയിട്ടുള്ള ഒരു വില്ലനെ വളരെ ലൂസ് ആയിട്ടാണ് പ്രസന്റ് ചെയ്തിരിക്കുന്നത്, എസ്പെഷ്യലി ക്ലൈമാക്സിലൊക്കെ. അതുപോലെ തന്നെ ഹീറോസിന്റെ കാര്യം നോക്കിയാലും റീഡ് റിച്ചാർഡ്സിന്റെ ആയാലും ജോണി ആയാലും ബെൻ ആയാലും സൂ ആയാലും ഇവരുടെ ഒന്നും പവേഴ്സ് യൂട്ടിലൈസ് ചെയ്തിട്ടുള്ള സീൻസ് വളരെ കുറവായിരുന്നു. ക്ലൈമാക്സ് ആയാലും സൂ ആൻഡ് ഗലാക്ടസ് തമ്മിലുള്ള ഒരു കോൺഫ്ലിക്റ്റ് വരുന്നതൊക്കെ ഒട്ടും കൺവിൻസിങ് ആയിരുന്നില്ല. കാരണം ഗലാക്ടസ് എന്ന് പറയുന്ന അത്രയും പവർഫുൾ ആയിട്ടുള്ള ഒരു വില്ലനാണ്, അത്രയും ഗംഭീരമായിട്ടുള്ള ഒരു ക്യാരക്ടറാണ്. സോ അതിനെ വളരെ ലൂസ് ആയിട്ട് ഈ ഒരു സിനിമയിൽ പ്രസന്റ് ചെയ്തിരിക്കുന്ന പോലെയാണ് എനിക്ക് തോന്നിയത്. പെർഫോമൻസ് വൈസ് വലിയ കുഴപ്പങ്ങളൊന്നും ഇല്ലായിരുന്നു. കാരണം അത്ര ഭയങ്കരമായിട്ടുള്ള പെർഫോമൻസ് എടുക്കേണ്ട ഒരു ക്യാരക്ടേഴ്സും പടത്തിലില്ല, അങ്ങനെ മൂമെന്റ്സും ഇല്ല. സോ അതുകൊണ്ട് തന്നെ ആക്ടേഴ്സ് ഒക്കെ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ പെർഫോം ചെയ്തിട്ടുണ്ട്. ബട്ട് ആസ് എ സൂപ്പർ ഹീറോ ഫിലിം അല്ലെങ്കിൽ ഒരു മാർവൽ ഫിലിം എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് പണ്ട്, ഇപ്പോഴത്തെ മാർവൽ അല്ല, പണ്ട് നമ്മുടെ മനസ്സിലുള്ള ഒരു ഹൈ ഉണ്ടല്ലോ, ആ ഒരു ഹൈ ഈ ഒരു സിനിമയുടെ തിയേറ്റർ എക്സ്പീരിയൻസിൽ നിന്ന് എനിക്ക് കിട്ടിയിട്ടില്ല. ബട്ട് എന്നിരുന്നാലും മാർവലിന്റെ ഈ ഒരു അധപ്പതന കാലഘട്ടത്തിലെ വൺ ഓഫ് ദ ഗുഡ് മൂവി എന്ന് വേണമെങ്കിൽ നമുക്ക് ഈ ഫെന്റാസ്റ്റിക് ഫോർ എന്ന സിനിമയെ കൺസിഡർ ചെയ്യാം. അതുപോലെ ക്രെഡിറ്റ് സീനിനെ പറ്റി പറയുകയാണെങ്കിലും അധികം ഹൈപ്പ് ഒന്നും വെച്ച് പോകണ്ട. കോമിക്സിലുള്ള ആക്യുറേറ്റ് സ്യൂട്ട്സ് ഒക്കെ തന്നെയാണ് സൂപ്പർ ഹീറോസ് യൂസ് ചെയ്യുന്നത്. അത് അത്യാവശ്യം നല്ലൊരു കാര്യമായിട്ട് തോന്നി. ബട്ട് ഗലാക്ടസിനെ വളരെ ലൂസ് ആയിട്ടാണ് ഈ സിനിമയിൽ പ്രസന്റ് ചെയ്തിരിക്കുന്നത്. പിന്നെ സിൽവർ സർഫർ ഉണ്ട്, പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനില്ല. ബട്ട് എന്നിരുന്നാലും ഉള്ള ഒരു പോർഷൻസ് നല്ല രീതിയിൽ തന്നെ ചെയ്തിട്ടുണ്ട്. ടൈറ്റിലെ പോലെ തന്നെ കൺസിഡറിങ് ദിസ് ആസ് ദ ഫസ്റ്റ് സ്റ്റെപ്പ് ഓഫ് മാർവൽ ഫേസ് 6 അല്ലെങ്കിൽ മാർവലിന്റെ ഒരു റിഡംഷൻ ഫേസിലെ ഒരു നല്ല തുടക്കമാണെന്ന് പറയാം. മേ ബി ഐമാക്സിൽ ഈ ഒരു സിനിമ ഒരു ഗംഭീര എക്സ്പീരിയൻസ് തരാൻ തന്നെ സാധ്യതയുണ്ട്, എസ്പെഷ്യലി ഗലാക്ടസിന്റെ എൻട്രി സീനൊക്കെ. സോ ടു കൺക്ലൂഡ്, യാതൊരു പ്രതീക്ഷകളും ഇല്ലാതെ പോയി കാണുകയാണെങ്കിൽ ഒരു വൺ ടൈം വാച്ച് ഒരു നല്ലൊരു എക്സ്പീരിയൻസ് തരാൻ കഴിയുന്ന ഒരു സിനിമ തന്നെയാണ് ഫെന്റാസ്റ്റിക് ഫോർ ഫസ്റ്റ് സ്റ്റെപ്സ്. സിനിമ കണ്ടവർ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക.